പുതിയ സീസണിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി യൂറോപ്പിൽ ഇന്ന് തീപാറും പോരാട്ടം. യുഎഫ സൂപ്പർ കപ്പിൽ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG യൂറോപ്പ ലീഗ് വിജയികളായ ടോട്ടനത്തെ നേരിടും. ഇറ്റലിയിലെ ബ്ലൂ എനർജി സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 12:30-ക്കാണ് പോരാട്ടം. ക്ലബ് ലോകകപ്പ് ഫൈനലിൽ നേരിട്ട് തോൽവി മറികടന്ന് പുതിയ സീസണിന് തുടക്കം കുറിക്കാനാണ് PSG എത്തുന്നത്. യൂറോപ്പ കപ്പിന് പിന്നാലെ രണ്ടാം കിരീടമാണ് ടോട്ടനം ലക്ഷ്യം വയ്ക്കുന്നത്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുകയാണ്. മനീഷ്, രണ്ട് ടീമുകൾ നേർക്കുനേർ വരുന്നു എന്ന് മാത്രമല്ല, കിരീട കണക്കിൽ നോക്കുമ്പോൾ ഒരുപാട് നിരാശകൾ ഉള്ള രണ്ട് ടീമുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ എല്ലാം മാറ്റിമറിച്ച രണ്ട് ശക്തർ എന്തായാലും നേർക്കുനേർ വരും. രുചിഷ്, തീർച്ചയായും രുചിഷ് പറഞ്ഞതുപോലെ തന്നെ PSG സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കഴിഞ്ഞ ഏറെക്കാലമായി അവരുടെ ഫ്രഞ്ച് ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും യൂറോപ്പിലേക്ക് വരുമ്പോൾ കിരീടങ്ങളൊന്നും നേടാൻ കഴിയാത്തൊരു നിരാശ എപ്പോഴും ആ ടീമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരെ അതിൻ്റെ പേരിൽ തന്നെ തരം താഴ്ത്തുന്ന തരത്തിലേക്കുള്ള പോലും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച പ്രകടനം നടത്തി ചാമ്പ്യൻസ് ലീഗ് അവർ സ്വന്തമാക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിലെ ആ കിരീട പോരാട്ട യാത്രയിൽ അവർ പല വമ്പന്മാരെയും വീഴ്ത്തിയാണ് അത്തരത്തിലൊരു ഫൈനലിൽ എത്തുന്നതും അവിടെ നിന്ന് കിരീടം ചൂടുന്നതും. പിന്നീട് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ക്ലബ് ലോകകപ്പിലും ഒരു മികച്ച പ്രകടനം തന്നെയാണ് PSG-യുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷേ ഒടുവിൽ ഫൈനലിൽ എത്തിയെങ്കിലും ചെൽസിയോട് 3-0 പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും ആ ടൂർണമെൻറ്റിൽ ഉടനീളം മികച്ച പ്രകടനമാണ് PSG-യുടെ ഭാഗത്തുണ്ടായത്. അതിനൊടുവിലാണ് നിലവിൽ ഇപ്പോൾ ഈ സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലും PSG മാറ്റുരയ്ക്കാൻ ഇറങ്ങുന്നത്. നേരെ മറിച്ച് ടോട്ടനത്തിൻ്റെ കാര്യത്തേക്ക് വരികയാണെങ്കിൽ 17 വർഷത്തെ കിരീട വരൾച്ചയാണ് അവർ കഴിഞ്ഞ യൂറോപ്പ കപ്പിൽ അവസാനിപ്പിച്ചത്. പ്രീമിയർ ലീഗിലേക്ക് വന്നാൽ അവർക്ക് മോശം പ്രകടനമായിരുന്നു. ഏകദേശം 15-ന് താഴെയായിരുന്നു സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കൊരു കിരീടം സ്വന്തമാക്കുക എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് യൂറോപ്പ കപ്പ് ഫൈനലിൽ സാധിക്കുന്നു. അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയാണ് അവർ കിരീടം നേടുന്നത്. ടോട്ടനത്തിന് വേണ്ടി കിരീടം നേടിയതിനു ശേഷം അവരുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന സൺ ടീമിനോട് വിട പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് അവരൊരു മേജർ ടൂർണമെൻറ്റിലേക്ക് ഇറങ്ങുന്നതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പുതിയ പരിശീലകൻ്റെ കീഴിൽ കൂടിയാണ് ടോട്ടനം എന്നുള്ളത് കൊണ്ട് തന്നെയും ആ നേടിയ കിരീടത്തിൻ്റെ തുടർച്ച നേടാനാണ് അവർ എത്തുന്നത്. ഇനിയിപ്പം PSG-യിലേക്ക് വരികയാണെങ്കിൽ ലൂയിസ് എൻറിക്കയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സീസൺ നടത്തിയ മികച്ച പ്രകടനം ഈ സീസണിൽ തുടരുക എന്നുള്ളതാണ് PSG ലക്ഷ്യം വെക്കുന്നത്. അതിന് അവർക്ക് ക്ലബ് ലോകകപ്പിൽ ഫൈനലിലേറ്റ തോൽവി മറക്കേണ്ടതായിട്ടുണ്ട്. ആ തോൽവി മറക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇന്ന് ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രണ്ട് ടീമുകളും അവരുടെ കിരീട നേട്ടങ്ങൾ തുടരാനെത്തുമ്പോൾ ഒരു തീപാർന്ന പോരാട്ടം തന്നെ ഉണ്ടാവും. മത്സരത്തിലേക്ക് വരുവാണെങ്കിൽ PSG-യുടെ ഡൊണാറുമ, അവർക്കെപ്പോഴും മികച്ച ഒരു പ്രതിരോധം തീർത്തിട്ടുള്ള ഡൊണാറുമ ഇന്ന് കളിച്ചേക്കില്ല എന്നുള്ളതാണ് വിവരങ്ങൾ. അതിൽ പ്രധാന കാരണം താരം കരാർ പുതുക്കുന്നതിന് ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മറ്റും ചേക്കാറാനുള്ള ഒരു സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പ്രധാന താരമായിട്ടുള്ള ജാവോ നെവസിനും ഇന്ന് കളിക്കാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ക്ലബ് ലോക ഫൈനലിൽ റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സണ്ണില്ലാതെ ടോട്ടനവും അതുപോലെ തന്നെ ഡൊണാറുമ ഇല്ലാതെ PSG-യുമാണ് ഇറങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റെടുത്ത് പറയുന്ന ഒരു കാര്യം, ഈ ബാലൻഡിയോർ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ചുരുക്കപ്പട്ടികയൊക്കെ ഇതിനൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു കിരീടം കൂടി നേടുകയാണെങ്കിൽ PSG-യിൽ നിന്ന് തന്നെ ഒരു താരത്തിന് അത് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നുള്ളതും ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകതയാണ്. അത് തന്നെയാണ്. എന്തായാലും ബാലൻഡിയോർ പട്ടികയിലാകട്ടെ 9 PSG താരങ്ങളുമുണ്ട്. മനീഷ് ഐഷ മാത്യു ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.